ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഹുർഗാഡയിൽ വന്നിട്ടുള്ള നമ്മളുടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ എണ്ണീറ്റ് ഞാൻ അവിടെ മൊത്തം ചുറ്റിക്കറങ്ങി നടക്കായിരുന്നു. നല്ല രസമുള്ള സ്ഥലമല്ലേ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ രാവിലെ തന്നെ എണ്ണീറ്റ് മൊത്തം ചുറ്റിക്കറങ്ങി നടക്കായിരുന്നു. അതിൻ്റെ ഒരു കുഞ്ഞൊരു വീഡിയോ ഞാൻ ഇതിനകത്തിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണ് പോകാൻ പ്ലാൻ ചെയ്തിരുന്നതെന്നുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഞാൻ പറയാം. നമ്മൾ ഇന്ന് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഡോൾഫിൻ വാച്ചും പിന്നെ സ്നോർക്കലിങ്ങും കൂടിയിട്ടുള്ള ഒരു പാക്കേജായിരുന്നേ. അത് നമ്മൾ ഗെറ്റ് യു ഗൈഡിൽ കൂടിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെർ ഹെഡ് ഒരു €22 വരുന്ന ഒരു ട്രിപ്പായിരുന്നു. അത് ഒരു ഉച്ചയാകുമ്പോൾ നമ്മളെ കൊണ്ടുപോയിട്ട് ഈവനിങ് ആകുമ്പോൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു പാക്കേജായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും റെഡിയായി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ എല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ക്യാൻസലായി എന്നുള്ളത്. ഭയങ്കര ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഒരു ബോട്ടിൽ നമ്മളെ കൊണ്ടുപോയിട്ട് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് കൊണ്ടുപോയി ബോട്ട് നിർത്തിയിടും. എന്നിട്ട് നമുക്ക് അവിടെ ഇരുന്നിട്ട് ഡോൾഫിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് സീയിൽ ഇറങ്ങിയിട്ട് ഡോൾഫിൻ്റെ കൂടെ സ്വിം ചെയ്യാം. അത്ര ധൈര്യമില്ലാത്തവർക്ക് ബോട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഡോൾഫിനെ വാച്ച് ചെയ്യാം. അതുപോലെ വേറൊരു സ്ഥലത്തേക്ക് വീണ്ടും അവർ നമ്മളെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നമുക്ക് സ്നോർക്കലിങ് ചെയ്യാം. അത് ഗൈഡഡ് സ്നോർക്കലിംഗ് ആണ്. അപ്പം അതെല്ലാം എക്യുപ്മെൻറ്റ്സ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്വിം വെയർ മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പം അതൊക്കെ കാത്തിരിക്കുകയായിരുന്നു. നമ്മൾ എന്തായാലും ഇന്ന് അടിച്ചു കളിക്കണം, ഇന്ന് അടുത്തൊരു അഡ്വഞ്ചറാണെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ടൈഡിനറിയില്ലല്ലോ നമ്മളുടെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും. അപ്പോൾ അവിടുത്തെ ടൈഡ് അനുസരിച്ചിട്ടാണ് അവിടെ സീയിലേക്കുള്ള ട്രിപ്സൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. അതായത് ഇന്ന് ലോ ടൈഡാണ്, അത് കാരണം കൊണ്ട് ഇന്ന് സീ ട്രിപ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ നമ്മൾ വിചാരിച്ചു നമ്മളുടെ ട്രിപ്പിനെ അത് എഫക്റ്റ് ചെയ്യില്ല എന്ന്. പക്ഷെ നമ്മളുടെ ട്രിപ്പിനെയും എഫക്റ്റ് ചെയ്തായിരുന്നു, നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഇൻഫർമേഷൻ. നമ്മൾ ബുക്ക് ചെയ്തത് ഗെറ്റ് യു ഗൈഡിൽ ഈ പാക്കേജായിരുന്നു. അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം മുഴുവൻ അവിടെ ഹോട്ടലിൽ ചുറ്റിക്കറങ്ങി നടക്കുമായിരുന്നു. നമ്മളും സ്റ്റേ ചെയ്യണത് റെഡ് സീയിൽ തന്നെയാണ്. അതായത് ബീച്ച് ഫ്രണ്ട് ഹോട്ടലാണ്. അപ്പോൾ റെഡ് സീയുടെ തീരത്ത് തന്നെയാണ്. അപ്പം നമ്മൾക്ക് റെഡ് സീയിൽ ഇറങ്ങാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അവിടെ. എന്നാലും ഈ ഒരു അഡ്വെഞ്ചർ നമ്മൾ മിസ് ചെയ്തു. ഇങ്ങനത്തെ ഒരു ട്രിപ്പ് നല്ലൊരു എക്സൈറ്റിംഗ് ഒരു ട്രിപ്പായിരുന്നു. പക്ഷേ അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ സാരമില്ല, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് എന്തായാലും അത് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് നമ്മൾ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി നടക്കാൻ തീരുമാനിച്ചു. നമുക്ക് എവിടെ പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനും അല്ലെങ്കിൽ അവിടുത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ്. അത് കാരണം കൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്. പക്ഷെ സാരമില്ല, അടുത്ത പ്രാവശ്യം ഞങ്ങൾ എന്തായാലും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് തീരുമാനിച്ചു. പിന്നെ നമ്മൾ ആ ഹോട്ടലിൽ 2 ദിവസമായിട്ട് സ്റ്റേ ചെയ്യുന്നു. പക്ഷെ നമ്മൾ ആ ഹോട്ടൽ മൊത്തത്തിൽ എക്സ്പീരിയൻസ് ചെയ്തത് അന്നത്തെ ദിവസമാണ് കേട്ടോ. അവിടുത്തെ ഫുഡാണെങ്കിലും അവിടുത്തെ ആക്ടിവിറ്റീസ് ആണെങ്കിലും മൊത്തത്തിൽ നമ്മൾ കണ്ടതും എൻജോയ് ചെയ്തതും അന്നത്തെ ദിവസമാണ്. സത്യം പറഞ്ഞാൽ അവിടെ ഹോട്ടലിൽ മര്യാദയ്ക്ക് സ്റ്റേ ചെയ്തത് അന്ന് മാത്രമാണ്. അത് ആ ഒരു ട്രിപ്പ് ക്യാൻസൽ കൊണ്ട് മാത്രമാണ് അതങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ഇന്നേ വരെ ഒരു ടൂർ പോയിട്ട് ഒരു ഹോട്ടലിലും ഹോൾഡ് ചെയ്ത് നിന്നിട്ടില്ല. എവിടെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോയി ഓൾ ഇൻക്ലൂസീവ് എല്ലാ പ്രാവശ്യവും എടുക്കുക. പക്ഷേ അവിടുത്തെ ഒരു ഫെസിലിറ്റീസും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. എന്താ വെച്ചാൽ നമ്മളെപ്പോഴും പുറത്തായിരിക്കും, പുറത്തെ കാര്യങ്ങളും പുറത്തെ ഭക്ഷണമൊക്കെ ആയിരിക്കും കഴിക്കണം മെയിൻലി. അപ്പോൾ അന്നത്തെ ദിവസം പക്ഷേ നമ്മൾ ആ ഹോട്ടലിലത്തെ എല്ലാ കാര്യങ്ങളും കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റി. അതൊരു നല്ല കാര്യമാണ് കേട്ടോ. എന്താ വെച്ചാൽ അത് കാരണം കൊണ്ട് ആ ഹോട്ടലിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് കേട്ടോ റെഡ് സീ. അപ്പോൾ എൻ്റെ പുറകെ കാണുന്നതാണ് റെഡ് സീ. അപ്പം അവിടെ നമ്മൾ ഹോട്ടലിൻ്റെ ആ ബീച്ച് സൈഡിൽ പോയിരുന്നു. ടൈഡ് ലോ ആയ കാരണം കൊണ്ട് വെള്ളമൊന്നും അധികം ഉണ്ടായിരുന്നില്ല. വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് ഇറങ്ങിയിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കടൽ ഭയങ്കരമായിട്ട് പുറകിലേക്ക് നീങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ അത്രയും ദൂരം നടന്നു പോയിട്ട് കുറച്ച് ദൂരം നമ്മൾ നടന്നു പോയി. പക്ഷെ അപ്പടി ചെളിയായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ദൂരം നടക്കാൻ പറ്റില്ല, അപ്പടി ചെളിയാണ്. അപ്പോൾ നല്ല വെള്ളം കാണണമെങ്കിലും ഒരുപാട് ദൂരം നടക്കണമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് സാഹസത്തിന് നിന്നില്ല. അപ്പോൾ അപ്പടി ചെളിയാണ്. ഇപ്പോൾ വേണമെങ്കിൽ ടൈഡ് മാറി വെള്ളം കയറി വന്നാൽ നമ്മൾ പെട്ടുപോകും. അത് കാരണം കൊണ്ട് നമ്മൾ ആ സാഹസത്തിന് നിന്നില്ല. അവിടെ നിന്ന് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ വന്നിരുന്ന് അവിടെ കുഞ്ഞൊരു ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വന്നിരുന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ഹോട്ടലിലെ ബാക്കി എൻ്റർടൈൻമെൻറ്റ്സിൽ നമ്മൾ പങ്കെടുക്കുമായിരുന്നു. അപ്പം ഇതാണ് കേട്ടോ അന്നത്തെ ദിവസം നമ്മൾ മൊത്തത്തിൽ ചെയ്തത്. കണ്ടോ സീ എത്ര വലിഞ്ഞിരിക്കാൻ നോക്കൂ. അപ്പോൾ അന്നത്തെ ദിവസം അതുകൊണ്ടായിരിക്കും അവർ ആ ആക്ടിവിറ്റീസൊക്കെ നിർത്തി വെച്ചത്.
അപ്പം നമ്മൾ അന്നത്തെ ദിവസം ഫുള്ള് അവിടെ കറങ്ങി നടന്ന് ഡാൻസും പാട്ടും കാര്യങ്ങളായിട്ട് അവിടെ എൻജോയ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതാണ് അന്നത്തെ ദിവസം നമ്മൾ ചെയ്ത കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഗെറ്റ് യു ഗൈഡിൽ നമ്മളൊരു പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് നമ്മളത് ക്യാൻസൽ ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ക്യാൻസലായി പോയിട്ടുണ്ടെങ്കിലോ അവർ റീഫണ്ട് എന്തായാലും തരും കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യം ഞാനും ഡൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ റീഫണ്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. എന്താ വെച്ചാൽ നമ്മളുടെ ഈ പാക്കേജ് ഡോൾഫിൻ ആൻഡ് സ്നോർക്കലിംഗ് പാക്കേജ് ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മളുടേതല്ലാത്ത കാരണം കൊണ്ടാണ് ക്യാൻസലായി പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ അവരതിൻ്റെ റീഫണ്ട് തരുമെന്ന്. എന്നിട്ട് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു വിത്തിൻ 24 hours നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു. പക്ഷേ ഒരു നോട്ടിഫിക്കേഷനും വന്നില്ല. നമ്മൾ തിരിച്ച് UK ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമുക്ക് റീഫണ്ട് തന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും റീഫണ്ട് കിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.